ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് അല്ല, 2 ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ 90 കാലഘട്ടങ്ങളിലെ ആൽബം മേഖല ഭരിച്ച 2 സുവർണ രാജാക്കന്മാരാണ്. ഷാഫി കൊല്ലം ആൻഡ് ജലാൽ മാഗ്നസ്. വെൽക്കം ടു ദി ഷോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ആൽബത്തിൽ അഭിനയിക്കുന്നവർക്ക് പ്രായമൊന്നും ആവൂല? നസരിപ്പോടെ നിന്നില്ലെങ്കിൽ പുതിയ കുട്ടികൾ നമ്മൾ എടുക്കൂല. നമ്മളവിടെ പോയി നിന്നിട്ട് സുന്ദരി അങ്ങനെ എന്റെ പ്രായത്തിനനുസരിച്ച് അങ്ങനെ പാടിയിട്ട് ഒരു കാര്യമില്ല. അവിടെ പോയി നിന്നിട്ട് അപ്പൊ കുട്ടികള് നമ്മളെ വൈബിന് പറ്റിയ ആള്, അതുകൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങനെ കൂട്ടുകാരിൽ കുറെ പാട്ടുകളില്ലേ? ചെമ്പകച്ചേലുമായി എന്റെ മുന്നില് വന്ന് നിൽക്കും സുന്ദരി എന്റെതല്ല നീ. ചെമ്പകച്ചേലുമായി എന്റെ മുന്നില് വന്നു നിൽക്കും സുന്ദരി എന്റെതല്ല നീ. ആ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി പിറ്റേന്ന് തന്നെ ചെന്നൈയിൽ നിന്ന് വിളി വന്നു. പ്രഭുദേവ സാറ് പറഞ്ഞു, നിങ്ങളെ ഇനി ആവർത്തിക്കരുത്, കാരണം ഞങ്ങളൊക്കെ ഇതുകൊണ്ട് എങ്ങനെയല്ലോ കൊറിയോഗ്രാഫി. എനിക്ക് ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഞാൻ ഇവിടെ ഒന്നും അല്ല, അങ്ങ് പോയി മീശയൊന്നും ഇല്ലാത്തൊരു ഒരു വളരെ നിഷ്കളങ്കൻ, ശരിക്കും എന്താ പറയാ, ഇപ്പൊ നിഷ്കളങ്കനല്ലേ എല്ലാം മറന്നോ നീ ഇന്നകന്നോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഷാഫി മയം, ഷാഫി തരംഗം കോംപ്ലിമെന്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതുവരെ ഇല്ലാത്തത് പെട്ടെന്ന് വിതച്ചത് ഒരു മനുഷ്യന് കൊയ്യാൻ പറ്റും. പീർക്ക പാടി വെച്ച പാട്ടാണ്. പീർക്കന്റെ തന്നെ കമ്പോസിംഗ് ആണ്. ഒട്ടകങ്ങൾ വരിവരെ മാപ്പിളപ്പാട്ട് ആസ്വാദകർ എന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ, ഞാനടക്കമുള്ള എല്ലാവരുടെയും റൂഹിലുള്ള പാട്ടാണ്. നമ്മളെങ്ങാനും അതൊരു വീട്ടി എഴുതിയിട്ട് വേറെ ഇടം എത്തിച്ചല്ലെങ്കിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് അല്ല, 2 ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ 90 കാലഘട്ടങ്ങളിലെ ആൽബം മേഖല ഭരിച്ച 2, എന്താ പറയാ, ഞാൻ പറഞ്ഞ കുറഞ്ഞു പോവോ? എന്തെങ്കിലും എഴുതി തന്ന തെറ്റിക്കുന്നുണ്ടല്ലേ, എഴുതി തന്ന പോലൊക്കെ പറഞ്ഞാൽ സുവർണ രാജാക്കന്മാരാണ്. ഷാഫി കൊല്ലം ആൻഡ് ജലാൽ മാഗ്നസ്. വെൽക്കം ടു ദി ഷോ. പക്ഷെ രാജാക്കന്മാർക്ക് കടവും ഇതൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. രാജാക്കന്മാർ ദാരിദ്ര്യത്തിലാതുള്ളൂ. പറ, ഞങ്ങള് എന്താ പറയാ, പ്രിയപ്പെട്ട ആസ്വാദകരെ കൊണ്ട് സമ്പന്നരാണ്. ആ ലെവലിൽ രാജാക്കന്മാരെന്ന് വിളിച്ചാൽ നമുക്ക് ഒന്ന് അഭിമാനിക്കാം. അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ, അഭിമാനം. അവര് തന്ന സ്വീകാര്യത കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെ സ്വാഗതം ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അല്ലേ. കൊല്ലൻ ഷാഫി മഹാരാജാവിന്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വർക്കിൽ ഒരുമിക്കാൻ പറ്റിയതിൽ ഈ അടിയിൽ ഒരുപാട് സന്തോഷം. മഹാരാജ് എവിടുന്ന മുനിസിപ്പാലിറ്റി. ഞാനേ ഒരു സമയത്ത് കുറേ ആൽബം താര രാജാക്കന്മാരൊക്കെ വീഡിയോ എടുത്ത സമയം, അതായത് ഇന്റർവ്യൂ എടുത്ത സമയത്ത് എനിക്ക് കിട്ടാണ്ട് പോയ ഒരാളാണ് ഷാഫിക. അത് പണിയൊന്നും ഇല്ലാണ്ട് പുറകെ കുത്തിരിക്കുമ്പോ ഞാനും ആരും മൈൻഡ് ചെയ്യില്ല, അതാണ് പ്രശ്നം, വേറൊന്നുമില്ല. എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ പണിയൊന്നും ഇല്ലാണ്ട് പുറകെ ഇരിക്കല്ലേ, അപ്പൊ നിങ്ങളെ ശ്രദ്ധയിലൊന്നും അങ്ങനെയല്ല. പലരും ഞങ്ങൾ എവിടുന്നൊക്കെയോ, അതായത് ചരിത്രത്തിലേ ഇല്ലാതിരിക്കുന്നിടത്ത് വരെ ഞങ്ങൾ പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജലാൽക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതില് ഞാനിപ്പോ നൈനിഷിന്റെ മുന്നിൽ വെറൈറ്റി മീഡിയയിൽ ഇരുന്ന സമയത്ത് പിന്നെ ഞാനും അല്ലെങ്കിൽ അതിനുശേഷം വന്നവരൊക്കെ വരുന്നതിന് മുൻപ് ആ ഒരു ചാനലിൽ വന്നു പോയിട്ടുണ്ട്. അപ്പം ഷാഫി പറഞ്ഞു പോയതിന്റെ ബാക്കി ഒക്കെയാണ് നമ്മളെ നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്നിട്ടത്. നിങ്ങളെ ഇരുന്നില്ല എന്നുള്ളൂ. പിന്നെ മസ്താനിയാണ് അതില് എനിക്ക് പറ്റിയിട്ടില്ല എടുക്കാൻ വേണ്ടിയിട്ടുള്ള. എനിക്കും ഭാഗ്യം ഉണ്ടായിട്ടില്ല നിങ്ങളെ ഇരിക്കാനുള്ള സന്തോഷം. ദുരന്തങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ കുറച്ച് ലേറ്റ് ആവും. വളരെ കറക്റ്റ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ആൽബത്തിൽ അഭിനയിക്കുന്നവർക്ക് പ്രായമൊന്നും ആവൂല? പ്രായമാവും മോളെ. ഇതൊക്കെ ഈ പുറമെ ആൾക്കാരെ മുന്നിൽ പിടിച്ചു നിൽക്കണം, 4 പരിപാടിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രായമായിക്കില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലെ കോസ്റ്റ്യൂംസും അതുപോലുള്ള ഹെയർ സ്റ്റൈലും
അതുപോലെ നരപ്പിക്കലും വിഗ് വെക്കലും കറുപ്പിക്കലും എന്നിട്ട് ഞാൻ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ആ നാടകീയത ഒന്നുമില്ലേ ഉള്ളത് അങ്ങനെ തന്നെ വെച്ച് നടക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ പ്രസരിപ്പോടെ നിന്നില്ലെങ്കിൽ പുതിയ കുട്ടികൾ നമ്മൾ എടുക്കൂല. നമ്മളവിടെ പോയി നിന്നിട്ട് സുന്ദരി അങ്ങനെ എന്റെ പ്രായത്തിനനുസരിച്ച് അങ്ങനെ പാടിയിട്ട് ഒരു കാര്യമില്ല. അവിടെ പോയി നിന്നിട്ട് അറബിക്കഥയിലെ റാണി, അപ്പൊ കുട്ടികൾ നമ്മളെ വൈബിന് പറ്റിയ ആള്, അതുകൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അല്ലാണ്ട് ഈ കാണുന്ന കോലം ഇത് മാത്രമേ ഉള്ളൂ. ഷാഫി പറഞ്ഞതിൽ വലിയൊരു സത്യം ഉണ്ട് കേട്ടോ. ഷാഫിക്ക് ഈ ഷോൾഡർ പെയിന്റ് ഒരു സംഭവം കൊല്ലങ്ങളായിട്ട് ഷാഫി കൊണ്ടാടുന്ന ഒരു സംഭവമുണ്ട്. ദിൽഹെ ഫാത്തിമ ദുബായിൽ വെച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആടെ പാടിയ ഡാൻസ് ചെയ്യൊന്നുമില്ല, എനിക്ക് നല്ല വേദനയുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദന, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. സർജറി കഴിഞ്ഞിട്ടില്ല. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ആ ഷോ കഴിയാൻ നേരത്ത് ആ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ കാണികളെക്കാൾ ഡാൻസ് ചെയ്തത് വീഡിയോ നോക്കിയാൽ കാണാം ഷാഫിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേദനയാവണുണ്ട് എന്ന് പറഞ്ഞിട്ട് മൊത്തം ഡിസ്റ്റർബായി. ആ സമയത്ത് ഉണ്ടായ ഒരു ഫീൽ ഉണ്ട്. അതിൻ്റെ ഉത്തരം അത് തന്നെയാണ്. കാരണം ആ 2.5 മണിക്കൂർ ഷോയിൽ ഷാഫി എന്തിനാണോ വന്നത് അത് പാടിയിട്ടും പറഞ്ഞിട്ടും പെർഫോം ചെയ്തിട്ടും ആളുകളെ തൃപ്തിപ്പെടുത്താന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് നമ്മളതായ രീതിയിലുള്ള പല പോരായ്മകളും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ട് വിഷമമൊക്കെ ഉണ്ടാവും. അന്ന് ഷാഫിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിഷമം കിടക്കുമ്പോൾ അന്ന് എൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ്, ഞാൻ വേറെ രീതിയിലാണ്. പക്ഷെ അതൊന്നും സ്റ്റേജിൽ എൻ്റെ അടുത്ത് കാണിക്കരുതെന്ന് വരെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേജിൽ കാണിക്കരുത്, സ്റ്റേജിൽ പെർഫോം ചെയ്യണം. ഞാൻ പെടാപ്പാട് വിട്ടിക്ക് ഇതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതൊരു മൂലക്ക് പോയിരുന്ന ടെൻഷൻ അടിക്കുക. ഞാൻ ഈ വേദന ഉണ്ടായിട്ടും ഞാനോട് പറഞ്ഞ് ജനങ്ങൾ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ മാതിരി കലാകാരന്മാരുടെ സ്വകാര്യ ദുഃഖങ്ങളൊന്നും അവർക്ക് അതായത് അറിയണം നല്ല താല്പര്യം. അവരാകെ ഈ ദുഃഖങ്ങളുടെ ഇടയിൽ നിന്ന് ഫ്രസ്ട്രേഷൻ കുറയ്ക്കാനാണ്, ഈ സന്തോഷിക്കാനാണ് വന്ന് നിൽക്കുന്നത്. അവിടെ പോയി നമ്മളെ സങ്കടപ്പാട്, എനിക്ക് ഇന്നലെ പനിയായിരുന്നു, സുഖമില്ലായിരുന്നു, നിങ്ങൾ ക്ഷമിക്കുക, അങ്ങനൊന്നും പറയുന്നത് ബോറാണ്. അഥവാ സുഖമില്ലെങ്കിലും കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കാൻ നോക്കണം. പിന്നെ ആ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി പിറ്റേന്ന് തന്നെ ചെന്നൈയിൽ നിന്ന് വിളി വന്നു. പ്രഭുദേവ സാറ് പറഞ്ഞു, നിങ്ങളെ ഇനി ആവർത്തിക്കരുത്, കാരണം ഞങ്ങളൊക്കെ ഇതുകൊണ്ട് എങ്ങനെയല്ലോ പോവാണെന്നല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഷാഫി മയം, ഷാഫി തരംഗം, കോംപ്ലിമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഇല്ലാത്തത് പെട്ടെന്ന് പറയാം. വിതച്ചത് ഒരു മനുഷ്യന് കൊയ്യാൻ പറ്റും. വിതയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദനിച്ചിരിക്കരുത്, അപ്പൊ അത് കൊയ്യാൻ പറ്റൂല, നന്മയായിട്ട് കൊയ്യാൻ കിട്ടൂല. കാലത്തിനിപ്പുറം നമ്മൾ സ്വയം വേദനിച്ച് ഉരുകിയ സമയത്ത് നമ്മൾ ഒരുപാട് ആളുകളാൽ തഴയപ്പെട്ടിട്ട് ആ വേദനക്കൊക്കെ മൗനം കൊണ്ട് മറുപടി കൊടുത്ത് പിന്നെ പ്രവൃത്തിയിലൂടെ അള്ള തന്ന കഴിവിനെ ഒരു 10% ആണെങ്കിൽ 100% വോൾട്ടേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഹാർഡ് വർക്കും ക്ഷമയോടുകൂടി മൗനം പാലിച്ച് മുന്നോട്ട് പോയാൽ, ഞാൻ എപ്പോഴും റജിലാനോട് പറയും, മക്കളോട് ഇടയ്ക്ക് പറയാറുണ്ട്, നന്മ വിജയം കാണണമെങ്കിൽ കുറേ സമയം കഴിയും, പക്ഷേ വിജയം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ പിന്നെ ആ വാതിൽ അടക്കപ്പെടില്ല, വിജയിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കും. തിന്മ ഒരു സെക്കൻഡ് കൊണ്ട് വിജയം കാണുകയും അത് കോലാഹലങ്ങൾ ഉണ്ടാവുകയും അതങ്ങനെ തന്നെ മണ്ണടിഞ്ഞു പോവുകയും ചെയ്യും. അതങ്ങനെ തന്നെ പൊലിഞ്ഞും പോവും. അതുകൊണ്ട് നമ്മളന്ന് നമുക്ക് പിന്നെ എന്താ പറയുക, ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണെങ്കിലും ഉത്തരവാദിത്വത്തിന് വേണ്ടി കൂടിയുള്ള മേഖലയാണ്. സാമൂഹിക പ്രതിബദ്ധത ഒരു കലാകാരന് വേണം. അത് എത്രത്തോളം നമുക്ക് ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ സമൂഹത്തോട് പിന്നെ ബാധ്യത ഉള്ളവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി വർക്ക് ചെയ്തപ്പോൾ പല ഭാഗത്തുനിന്നും പലരും ഇവനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഈ വർക്കൊന്ന് ലോക്കൽ ചാനലിൽ, നമ്മളെ ലോക്കൽ ചാനൽ ചെറുതായിട്ടല്ല പറയുന്നത്, അവരാണ് ഞങ്ങളെ വളർത്തിയത്. അതങ്ങനെയാണല്ലോ അതിന് വേർഡുള്ളൂ, വേറെ വേർഡില്ല. നമ്മളെ ഏരിയയിലുള്ള ചാനലുകളിൽ, അതായത് വലിയ വലിയ ചാനലല്ല, ഇതിന്റെ കേബിൾ ചാനലിന്റെ, അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഇതിന്റെ DV അന്ന് DVയിലാക്കി കൊണ്ടുപോവുക ചെയ്യുക. ഞാൻ ഇവനെ കൊണ്ടു കൊടുക്കാൻ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലായിട്ട് ബസ്സിൽ ഇങ്ങനെ പോയിട്ട് ഒരു ബന്ന് 2 കഷ്ണമൊക്കെ ആയിട്ട് തൃപ്തിപ്പെട്ട് ചായക്ക് ബദൽ വെള്ളം ഗ്ലാസ് വാങ്ങിയിട്ട് ചൂടുവെള്ളം വാങ്ങിയിട്ട് മുക്കി കുടിച്ചിട്ട് തിന്നിട്ട് രണ്ടുപേരും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളോട് ഓരോരുത്തർ പറയാ, എടാ ഇതിലൊന്നും പോയിട്ടൊരു കാര്യമില്ല, പൈസ കിട്ടൂല. പക്ഷെ ഞങ്ങളെ മൈൻഡിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ പൈസ 2ാം ഭാഗമാണ്. അന്നേരവും വീട്ടിൽ അരി വാങ്ങിക്കാൻ വേറെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെ വീട്ടുകാരുടെ അടുത്ത് നാട്ടുകാരും കുടുംബക്കാരും പറയുന്നുണ്ടാവും, എന്തിനാണ് ഈ പാട്ടിനും കൂത്തിനൊക്കെ വിടുന്നത്, അതിനെ കൊണ്ട് എന്താണ് കിട്ടാനുള്ള 100 പെട്ടിട്ട് എന്താക്കാനാണ് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഇന്ന് എടുക്കുന്ന കഷ്ടപ്പാടിന് നാളെ ഒരു ഫലം ഇങ്ങോട്ട് വരാനുണ്ട്. ആ സമയത്ത് പൈസ പിന്നാലെ വന്നോളും. പിന്നെ അത് ആത്മാർത്ഥമായിട്ട് ഒരു ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു മേഖലയിൽ ഇപ്പോൾ അതിൻ്റെ ഫലം കൊയ്യാൻ ഞങ്ങൾ അർഹരാണ്. ആ അർഹത തിരിച്ചറിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട
2K കിഡ്സ് എന്നോ നിങ്ങൾ എന്ത് വിളിച്ചാലും വേണ്ടിയില്ല, പുതിയ ജനറേഷനിലെ കീടിലെ മക്കളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കടപ്പാട്, പ്രാർത്ഥന പോലെ, നന്ദിയായിട്ട് പറയുന്നില്ല, പ്രാർത്ഥന പോലെ ഞാനും കുടുംബവും എൻ്റെ സഹപ്രവർത്തകരൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ്, ഞങ്ങൾക്ക് ആർക്കുമില്ല. കാരണം അന്നെങ്ങാനും കുറച്ചുണ്ടായി ഓളം ഉണ്ടാക്കി കഴിഞ്ഞ പാട്ട് പിന്നീട് ഒരാളും, പുതിയ ജനറേഷൻ പോട്ടെ, അന്നത്തെ ജനറേഷൻ തന്നെ പിൽക്കാലത്ത് കുറഞ്ഞ നമ്മൾ ഇഷ്ടപ്പെടുന്ന, പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലാതെ ആസ്വദിക്കുന്നു ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. നീ ചിന്തിച്ചിനോ? ഇല്ല. എന്നാൽ അവർക്ക് ഞങ്ങൾക്ക് ഏറ്റ ഇൻസൾട്ടിങ് അവർക്ക് എല്ലാവർക്കും ഏറ്റിട്ടുണ്ട്. ഞങ്ങളെ താങ്ങി നിർത്തിയ, ഞങ്ങളെ കൊണ്ടു നടന്ന കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പെരാന്തുണ്ടടാ പൈങ്കിളി പാട്ടിൻ്റെ പിന്നാലെ പോകാൻ. ആ പറഞ്ഞവൻ്റെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഇന്ന് ന്യൂജൻ മക്കളും കുട്ടികളൊക്കെ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് സന്തോഷിക്കണ്ടേ? ഞങ്ങൾ അതിന് അർഹരാണ്. തീർച്ചയായും. ഇൻസ്റ്റാഗ്രാം വന്ന സമയത്ത് ദിൽഹെ ഫാത്തിമന്റെ റീൽസ് കുറെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 5-6 കൊല്ലമായി, അല്ലെങ്കിൽ ഒരു 6 കൊല്ലത്തിനിടയ്ക്ക് ഇത് മടുക്കാതെ വീണ്ടും 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 പലരും ചെയ്ത് ഇങ്ങനെ മാറി മാറി പോവാണ്. അപ്പോൾ അതിൽ മനസ്സിലായെന്ന് വെച്ചാൽ ആ പാട്ടിന്റെ, ആ വർക്കിന്റെ അതേപോലത്തെ എത്ര വർക്കുകൾ ഷാഫി ഇറക്കിയിട്ടുണ്ടോ, ഇതൊന്നും ഒരിക്കലും മടുക്കൂല. അതിൽ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ജലാല് കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്, പലരും നമ്മളൊരു പരിപാടിക്ക് പോയി, ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുക, നമ്മൾ ദുബായിക്ക് പരിപാടിക്ക് പോയി, പിറ്റേത്തെ മാസം പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളായ ആളുകൾ എന്ന് പറയാം, ലിസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിച്ച് ഏതെങ്കിലും പുതിയ ട്രെൻഡിൻ്റെ കുറച്ച് പാട്ട് പാടിയാൽ നന്നാവും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരെ എതിര് പറയും. എന്നെ ഈ പാട്ട് പാടാൻ വേണ്ടി വിളിച്ചാൽ മതി. എന്നെ ഓഡിയൻസ് ആകെപ്പാടെ അറിഞ്ഞത് സുന്ദരി നീ വന്ന കഥലായി, കള്ളിപ്പെണ്ണെ, പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണെ, പിന്നെ ഈ പറഞ്ഞ ദിൽഹെ ഫാത്തിമ തുടങ്ങി അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റ് അന്നത്തെ കുറേ ക്രിയേറ്റർമാരുടെ പിന്നെ കനിവ് കൊണ്ട് നമ്മളെ വിളിച്ച് പാടിച്ചിട്ടുണ്ട്. എന്തോ അവർക്ക് അവരുടെ കൂടെ കൂടിയാലും നമ്മളും കൂടെ ചേരുമ്പോൾ നല്ല കെമിസ്ട്രി ആവും തോന്നിയോണ്ടായിരിക്കും നല്ല മാർക്കറ്റിംഗ് കമ്പനികൾ. അതിൽ എണ്ണം പറഞ്ഞ പാട്ടുകളും ഗാലറി വിഷനിലാണുള്ളത്. അങ്ങനെ സ്വീകരിക്കപ്പെട്ട പാട്ട് പാടാനാണ് എന്നെ വിളിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് പുതിയ കാലത്തെ പിള്ളേർ ട്രെൻഡിങ് സോങ്സ് പാടുമ്പോൾ അവരെ കഞ്ഞിയിൽ മണ്ണിടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഞാനെടുത്ത് പാടേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഞാൻ 90s കുറച്ച് അന്ന് സ്റ്റേജിലൊക്കെ ആൽബം മീഡിയയിൽ വരുന്നതിന് മുമ്പ് പാടിക്കൊണ്ടിരുന്ന ഉദിജിയുടെയും മറ്റും പാട്ടുകൾ എന്നെ കൊണ്ടെടുത്താൽ പൊങ്ങാവുന്ന പാട്ടുകൾ പാടാൻ ശ്രമം നടത്തലുണ്ട്. എന്നാലും ഞാൻ ആൽബത്തിൻ്റെ ലിസ്റ്റ് വിടാതെ ഏതൊക്കെ ചാനലിൽ ഗസ്റ്റായിട്ട്, എന്നെ ദൂരദർശൻ മുതൽ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ചാനൽ വരെയുള്ള എല്ലാ ചാനലുകളും മെയിൻ പ്രോഗ്രാംസിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പം അവരുടെ കൂടെ ജെല്ലാവുന്ന ഒരാളാന്ന് തോന്നിയിട്ട് നിർത്തിയതാണ് 3.5 കൊല്ലത്തോളം അനൂപേട്ടൻ, പ്രിയപ്പെട്ട അനൂപേട്ടന് കടപ്പാട്, സ്റ്റാർ മാജിക്കിൻ്റെ. എനിക്കൊരു റീ എൻട്രി എന്നൊക്കെ പറയാൻ ആളുകൾക്ക് തോന്നണേ, അല്ലെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ അറിയാത്തവരിലേക്ക് കൂടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു പാട്ട് മാത്രം അറിയപ്പെട്ട ആളുകൾക്ക് നമുക്ക് കുറച്ചൊക്കെ മിമിക്രി ചെയ്യാനും കുറച്ചൊക്കെ ഡാൻസ് ചെയ്യാനും കുറച്ചൊക്കെ അഭിനയിക്കാനും അറിയാമെന്നൊക്കെ തെളിയിച്ചു കൊടുത്ത് ആ പ്ലാറ്റ്ഫോമാണ്. അവിടെ പോലും സിനിമാ പാട്ടിൻ്റെ ലിസ്റ്റുകൾ ഒരുപാടുണ്ടായിട്ടും എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടായിട്ടും കുറഞ്ഞ പാട്ട് സിനിമാ പാട്ട് പാടി. ഞാൻ ആൽബം അവിടെയും പാടി. ഞാൻ പലരും അവരവരുണ്ടാക്കിയ പാട്ടിനെ തന്നെ പലരും ഇൻസൾട്ട് ചെയ്ത് പാടാതെ സ്റ്റേജിൽ മറ്റു പാട്ടുകളൊക്കെ പാടി നടന്ന സമയത്ത് ഞാൻ എൻ്റെ പാട്ടുകൾ മാത്രം പാടി. അതുകൊണ്ട് ഈ എണ്ണം പറഞ്ഞ പാട്ടുകളെല്ലാം ലിസ്റ്റായിട്ട് പുതിയ കാലത്തെ കുട്ടികളെ മനസ്സിലെത്തി. ആ ഭാഗം മാത്രമാണ് ഞാൻ ക്രെഡിറ്റ് എടുക്കുന്നുള്ളൂ. അത് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് വിടാതെ ഇനി എൻ്റെ അവസാന ശ്വാസം വരെയും എന്നെ വിളിച്ചാൽ ഇടയ്ക്ക് തളിപ്പറമ്പങ്ങാൻ പരിപാടിക്ക് പോയപ്പോൾ വലിയ ജനാവലിൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ മാത്രം, അത് എവിടെ ഉണ്ടാവും, സോഷ്യൽ മീഡിയയിലും നമ്മൾ നല്ല കാര്യം പറഞ്ഞാൽ ഒരു 1000 ആൾ വരുമ്പോണ്ടാവും ഒരു 2-3 ആൾക്കാർ. അതുപോലെ ഒരുത്തൻ നിന്നെ കൊണ്ട് കഴിയെങ്കിൽ ആ പ്രമദവന 4 വരി പാട്. ഞാൻ പറഞ്ഞ അളിയ ഞങ്ങൾക്ക് ബോർഡ് മാറിപ്പോയത് ബസ് കയറുമ്പോൾ, ഇത് ഷാഫി കൊല്ലെന്ന് പറഞ്ഞ ആള് നയിക്കുന്ന ഗാനം വേളാന്ന് വെണ്ടക്ക അക്ഷരത്തിൽ പോസ്റ്ററിലുണ്ട്. ജനങ്ങൾ വിവരമുള്ളവർ കൈയടിക്കുക, പോസ്റ്ററിലുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാന്നല്ലാതെ ഞാനത് പാടിയാൽ മഹാബോറായിരിക്കും. കാരണം എനിക്ക് ക്ലാസിക്കൽ സോങ്സിനെ കുറിച്ച് ഒരു അറിവുമില്ല. എന്നെ അത് പാടാൻ വിളിക്കുന്നതല്ല. ഞാൻ ഈ കള്ളിപ്പെണ്ണി ഇതൊക്കെ പാടാൻ തന്നെ പോകുന്നതാണ്. ഞാൻ അതേ പാടുള്ളൂ എൻ്റെ മരണം വരെ. അതിൽ ഉറച്ചു നിന്നതിന്റെ ഗുണമാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞേ. ഇപ്പത്തെ കുട്ടികൾ അത് ഏറ്റെടുക്കാൻ വലിയൊരു വലിയ കാര്യമാണ്. കാരണം അവർക്ക് അവൈലബിലിറ്റി ഭയങ്കര. നമ്മളെ മാതിരി CD ഒന്നും വാങ്ങിക്കണ്ട, കൈവെള്ളയിൽ നിന്ന് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഇന്ന് കാണുന്ന കുട്ടികൾ അന്ന് പലരും അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികൾ. ഒരുപക്ഷെ ഇപ്പം 4-5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളൊക്കെ റീൽസ് ചെയ്യുന്നില്ലേ, അവരെ ഇപ്പൊ ഞാൻ ബഹ്റൈനിൽ പോയപ്പോ ഇതാ നീ റീൽസ് ചെയ്ത പാട്ടിന്റെ ആ മാമൻ പേരെന്താ? കാരണം കുട്ടികൾ നിഷ്കളങ്കര, അവർക്ക് എന്റെ ഷാഫി കൊല്ലൊന്നും അറിയില്ല, പക്ഷെ ഈ പാട്ട് അറിയാം.
മനസ്സിലായോ? പാട്ടറിയാം, ആളിനെ അറിയുന്നില്ല. ആഹാ. ആ ചെറിയ ജനറേഷൻ. സത്യം. എന്നാലും ആ പാട്ട് ഇവരുടെ ഉള്ളിലെത്തിയില്ലേ? പിന്നെ അത് നമ്മളെ ഡെഡിക്കേഷനും കൂടി നിന്ന് വർക്ക് ചെയ്ത ആൾക്കാരെ ഹാർഡ് വർക്കും എല്ലാം കൂടി ചേർന്നപ്പോൾ കിട്ടിയൊരു പ്രതിഫലനാണ്. സ്വീകാര്യത തന്നെയാണ്. തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടാളെയും കാണുമ്പോഴേ ഒരാളെ കൂടി മിസ്സിംഗ് ഉണ്ട്. താജുക്കും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിന്. ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തില്ല. നിങ്ങൾ തിരക്കായിരിക്കട്ടോ, തിരക്കാണ്. എന്തെങ്കിലും തിരക്കുണ്ടാവും. മൂപ്പര് എന്നാലും നമ്മളെക്കാളൊക്കെ ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ, തീർച്ചയായിട്ടും അതിൻ്റെതായ തിരക്കുണ്ടാവും. നിങ്ങൾ എല്ലാവരും ഓരോ ഹീറോസ് എന്നാ അത് ഓരോ അല്ലെ, മൂപ്പരാണ് കിങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കൊക്കെ കുറെ അധികം ലിസ്റ്റ് പാട്ടുകൾ പാടിയിട്ടാണ് ആൾക്കാരെ സ്വീകാര്യത്തിൽ. മൂപ്പരായി ഒരു ഒറ്റ പാട്ടുകൊണ്ട് അന്നും ഇന്നും ആയ ഒരു പാട്ടില് മൂപ്പരെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത്, നമ്മളെക്കാളും വൈഡായിട്ട് അറിയുന്നു. ഇന്നും പ്രോഗ്രാംസ് അങ്ങനെയാ വരുന്നത്. കൽബാണ് ഫാത്തിമ അതെ അതെ അതെ. അത് വലിയൊരു കാര്യം ശരിക്കും നമ്മൾ ചെയ്തു വെച്ച ഏതോ കാലം ചെയ്തു വെച്ചൊരു പിന്നെ മൂപ്പരായി ചെയ്തു വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മൂപ്പർക്ക് അതിന് പ്രാപ്തനാണ്, അവകാശിയാണ്. കാരണം മൂപ്പരുടെ ബാപ്പ അറിയപ്പെടുന്ന മഹാനായ ഒരു കലാകാരനാണ് എം കുഞ്ഞിമൂസക്ക. ലിറിക്സ് റൈറ്ററാണ്, മ്യൂസീഷ്യനാണ്, അസാധ്യ സിംഗറാണ്, ചെറുതല്ല അപാര സിംഗറാണ്. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ പിന്നെ ജീനിൽ ജനിച്ച ഒരാളാകുമ്പോൾ മൂപ്പർക്ക് അത് അധികാരവും അവകാശമുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഇവൻ ആപ്പിൾ അച്ചോടും, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കലുണ്ട്, ആളി വലിക്കലും പന്തൽ പണിയെല്ലാം ആയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളൊരു ചെറിയ വഴി ഇങ്ങനെ ഉണ്ടാക്കി അതിനൊരു ഹൈവേ ആക്കി മാറ്റിയതാ. നമുക്ക് ഓൾറെഡി ഹൈവേ ആടെ ഉണ്ടായിരുന്നു. മൂപ്പര് നമ്മളെ ഇടയിലെ മമ്മൂട്ടി മൂപ്പർ തന്നെ. പിന്നെ ഈ വർക്കിൽ നമുക്ക് ഒരു പ്രചോദനം തന്നത് മൂപ്പർ തന്നെയാണ്. തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പൊ ഇങ്ങനെ വരുമ്പം ഞാൻ ഇവിടെ ഒന്നും അല്ല, അങ്ങ് പോയി മീശയൊന്നും ഇല്ലാത്തൊരു ഷാഫിക ദിലീപ് ഫാത്തിമ തന്നെ കിടക്കട്ടെ. അതിലിങ്ങനെ ഒരു വളരെ നിഷ്കളങ്കൻ, ശരിക്കും എന്താ പറയാ, ഇപ്പൊ എന്താ നിഷ്കളങ്കനല്ലേ? ട്രിമ്മർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ആ സ്റ്റേജിലൊക്കെ നിന്നിട്ട് മൈക്കൊക്കെ ആകുമ്പോ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പൊന്നു മോളെ, കഷ്ടപ്പാടിന്റെ അങ്ങേ തല ആലോചിച്ചിട്ട് നിന്ന് അതിലിട്ട ടീഷർട്ട് ഒരുത്തൻ്റെ ആയിരിക്കും, പാന്റ് വേറൊരുത്തനോട് കടം വാങ്ങിയതായിരിക്കും, പിന്നെ ഇന്റെ കുപ്പായിട്ട് ടൈപ്പായ മറ്റേ ഇത് ഇപ്പൊ നമ്മള് നിങ്ങൾ കാണുന്ന ഈ സന്തോഷം, നമ്മള് ഫ്ലവറേറ്റ് പോണ്, ആ ഷർട്ട് ഇട്ടത് വരെ ആളുകൾ ഭയങ്കര സംഭവമായിട്ട് അന്ന് സ്റ്റൈലായിട്ടാണ് കണ്ടത്. ഞാൻ ഇവർക്കുള്ള ഭക്ഷണം വാങ്ങി കൊടുക്കാന് കൊയിലാണ്ടിയിലേക്ക് പോണം, കാപ്പാടുന്ന ഷൂട്ട് ലേറ്റ് ആയ പ്രശ്നമാണ്. എന്റെ കയ്യിൽ പൈസ ഫുള്ള്. കാക്ക കുട്ടികള് കൂട്ടിൽ കാത്തിക്കും പോലെ, തള്ളനെ കാത്തിക്കും പോലെ സത്യം ഞങ്ങൾ കാത്തിക്കുക. ഞാൻ ജയേന്ദ്ര ശർമ്മ അതുപോലെ അതിന് ഫുൾ ടീം അവിടെ. ദിലീപ് ഫാത്തിമന്റെ സെറ്റല്ല പറയുന്നത്, അതിന്റെ മുമ്പ് ഞങ്ങൾ സാലിമ ചെയ്ത സെറ്റില് വയനാട്. അപ്പോൾ ഞാനൊരു പാട്ട് പാടാൻ അഭിനയിക്കാൻ പോയതാ. താജുക്ക പാടിയ പാട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് വിഷ്വലിൽ വരുന്നത്. അപ്പോൾ റഫീഖ് പാടകരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവനോട് പറയുന്നത് അഭിനയിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരാളുണ്ട്, പക്ഷെ കോലം എങ്ങനെയുള്ളൂ അതൊന്നും കാണല്ലേ. ഹിന്ദി ലുക്കാ, ഹിന്ദി നടന്റെ പേര് അതല്ലായിരുന്നു വെറുതെ അയാളും സംഘവും വന്ന് അയാളുടെ ഫാൻസ് വന്നിട്ട് എന്നെ കല്ലെടുത്തറിയോ അത് പറയണ്ട. അപ്പൊ ഏതോ ഒരു ഹിന്ദി നടനായിട്ട് ഞാൻ ലുക്ക് ഇതിന്റെ ഞാൻ പോട്ടെന്നായിരിക്കും, ഞാനിത് തീർത്തും പറയണ്ട. അങ്ങനെ പറയട്ടെ, ഒരു പാട്ടിൽ അഭിനയിക്കാൻ വന്ന ഞാനും കൂടെ ഇവര് ബാധ്യതയായി. എനിക്ക് ഈ ഷൂട്ട് പഠിക്കാൻ, അതൊക്കെ ക്യാമറ എങ്ങനെയാണ്, ഈ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ എന്റെ വിചാരം ഇത് കണ്ടപാട് പഠിക്കാന്നൊക്കെ അല്ലേ. 9 കൊല്ലം കഴിഞ്ഞാൽ ആക്ഷൻ പറയാൻ ഞാനൊരു ഡയറക്ഷന് വേണ്ടി മുതിർന്നിട്ടുള്ളൂ. അത് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാട്ടോ. ഒരു ദിവസം പോയി തെങ്ങും ചാരിന്ന് തെർമോക്കോൾ പിടിച്ചാലൊന്നും ഷൂട്ടിങ് പഠിക്കാൻ കഴിയില്ലേ, ഡയറക്ടർ ആവാൻ കഴിയില്ലേ. ഒന്നുകിൽ പ്രാക്ടിക്കൽ നോളജ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഗ്രാജുവേഷൻ വേണം. ഞാൻ ഈ പ്രാക്ടിക്കൽ നോളജിൽ ഇതിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഇത് പഠിക്കാൻ ജയേന്ദ്ര ശർമ്മ സാറിൻ്റെ കൂടെ പിൽക്കാലത്ത് എൻ്റെ ഡയറക്ഷനിൽ അദ്ദേഹത്തെ ഞാൻ അഭിനയിപ്പിച്ചു, എൻ്റെ ഡയറക്ടറാണ്. അന്ന് ഞങ്ങൾ ഇവനെയും കാത്തിരിക്കുക, ഇവൻ ചാപിച്ചിട്ടുണ്ടാവൂലേ, അല്ലെങ്കിൽ തന്നെ 4-5 ആൾക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഇടയിൽ പൂനമക്കുരു പോലെ അഭിനയിക്കാൻ വന്ന് ഞാനും അവിടെ തന്നെ, അതും വീട്ടിൻ്റെ അടുത്തുള്ള 5-8 ആൾക്കാരോട് വാടകയ്ക്ക് ഡ്രസ്സും വാങ്ങി ഏതോ അവസാന ബസ്സിലൊക്കെ നടത്തുന്നത്. നിസാർ മലയിലിനെ ഇപ്പൊ ഓർക്കുന്നു, നിസാർ മലയില് പിന്നെയും കൊണ്ട് പോയെന്ന് കന്ന്. പക്ഷെ അതൊരു തുടക്കമായിരുന്നു അല്ലേ, രാജീവ് ഏട്ടനായിരുന്നു മറ്റേ കൊറിയോഗ്രാഫർ ജഗന്തേട്ടൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി നമുക്ക് പറയുന്നതിന് മുന്നേ പറയണേ, എനിക്ക് ആ പാട്ട് കേൾക്കണം. അതായത് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ പാടുക, ജലാൽക്കന്റെ ഭാഗം ഞങ്ങൾ അങ്ങ് വിഷ്വലൈസ് ചെയ്യട്ടെ. ഏത് ജലാൽക്ക അഭിനയിച്ച ഭാഗം ജലാൽക്ക പാടിക്കോട്ടെ. ഞാൻ പാടിയത് ഞാനൊരു സംഭവം കണ്ടെത്തി ഞാൻ പറഞ്ഞേട്ടെ. അന്ന് വരെ വന്നിട്ടുള്ള മാപ്പിളപ്പാട്ടുകള്, പിന്നെ കുറെ ആൽബങ്ങളും കുറച്ച് വന്നിട്ടുണ്ട്. ഷാഫി അതില് പാടിയതിനകത്തൊരു സ്റ്റൈൽ ഉപയോഗിച്ചിരുന്നു. അത് 100%
ക്വാളിറ്റിയുള്ള അനുകരണം അത് ഭയങ്കരമായിട്ടും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നും ആ പാട്ട് കേൾക്കുമ്പം ഷാഫിൻ്റെ ആ ഒരു സ്റ്റൈലിൽ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിയാ. അത് മാത്രമല്ല, ഇവൻ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡിൻ്റെ തറക്കല്ലിടൽ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിലാണ് ഞങ്ങൾക്ക് അവിടെ അവസരം കിട്ടുന്നത്. ഇവർ മിമിക്രി ചെയ്യാൻ വേണ്ടി ഇവർ ടീമായിട്ട് വന്ന് ഞാൻ കരമൊക്കെ കേസറ്റ് ഇട്ടിട്ട് ഗസ്റ്റായിട്ട് വന്ന് നമ്മളെ നാട്ടുകാരൻ എന്നുള്ള നിലക്ക് തന്ന വേദിയാ പാടാൻ വേണ്ടി. ഇപ്പം ഞങ്ങൾ അതിന് മുമ്പ് പരിചയമുണ്ട്. ഞാൻ കിനാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കേസറ്റ് ആയിട്ട് പോകുന്ന നേരം പിന്നെ മറ്റേ രാജീവേട്ടൻ്റെ വീഡിയോയിലും അസീൻ ഖാൻ്റെ വീഡിയോയിലും ഒക്കെ ഇങ്ങനെ കാണും. അപ്പം ഞാൻ ഇവൻ്റെ ആരാധകനാണ്. ഏതിൻ്റെ ദേ മമ്മാലി മമ്മാലി വരമ്പത്തേക്ക് പിന്നെ മമ്മാലി അന്ന് ഓണക്കാസറ്റ് മിമിക്രി ആർട്ടിസ്റ്റാണ് ഇവര് പെരുന്നാളിൽ ഇറക്കുന്ന. അപ്പൊ ഞാൻ അതില് ഇവന്റെ ഞാൻ മിമിക്രി ഇഷ്ടപ്പെടുന്ന ആളും അതിന് പോകുന്ന ആളുമാണല്ലോ. അപ്പോൾ എനിക്കൊരു ആരാധനയോടുകൂടി ഞാൻ കാണുന്നത് നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കമ്പനിയായി. അങ്ങനെ ആ കമ്പനി ബേസിൽ അവിടെ നിന്ന് ഒരുമിച്ച് നിൽക്കുന്നേരം ഞാൻ ഇതിൻ്റെ കൽബാൺ ഫാത്തിമൻ്റെ മൈനസ് ട്രാക്ക് ഇട്ടിട്ട് ഹിന്ദി തമിഴ് മലയാളം എല്ലാം കൂടി അങ്ങ് പാടി. അത് കഴിഞ്ഞ പാട് എൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ട് ഇവൻ ഏത് നല്ല വെറൈറ്റി കണ്ടാലും അന്നേരം ചെയ്യണം. അപ്പോൾ എന്നോട് ഇത് നമുക്ക് വർക്കാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വർക്കാക്കാം, എന്താ ചെയ്യുക നമുക്ക് ഇപ്പോൾ ഇതാ എന്തെന്നാണ് ഇന്ന ആളുണ്ടല്ലോ ഓർക്കസ്ട്ര ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ മൂപ്പർ അടിപൊളിയാണ്, പക്ഷെ അതൊരു പാറ്റേൺ തുടർച്ചയായി പോകും. നമ്മളൊന്നും പുതിയത് സമർപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആരും മൈൻഡ് ചെയ്യില്ല, തൽക്കാലത്തേക്കുള്ള ഹൈപ്പിലാടെ ഒതുങ്ങും. അന്ന് ഞാൻ പറഞ്ഞ വാക്കാണ് ഇങ്ങോട്ട്, നമുക്കിത് വെറൈറ്റി ഓർക്കസ്ട്രേഷൻ കിട്ടണം. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് നൊട്ടേഷൻ എഴുതി കൊടുക്കാനല്ലേ അറിയാത്തുള്ളൂ. ഞാൻ പാറ്റേൺ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എ റഹ്മാൻ സാറാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ പുള്ളിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അക്കാര്യത്തിൽ. ഇയാൾ എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോഗ്രാമിങ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ ആലോചിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ കുറേ ബീറ്റ് ബോക്സിലെ ബീറ്റ്സ് ഒക്കെയാണ് പുള്ളിയുടെ കുറേ പാട്ടുകൾ കേൾക്കുന്നത്. ആ സ്റ്റൈൽ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ റഹ്മാൻ സാറാണ്. നമ്മളെ കൊച്ചു കേരളത്തിലെ ചെറിയ മലബാറിൻ്റെ ആൽബം മീഡിയയിൽ എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നൂടാ? പാട്ട് നല്ല മെലോഡിയസ് ആയിട്ട് മലബാറിൻ്റെ ചായവുള്ള അന്ന് വരെ ഹിറ്റായ പഴയതും പുതിയതും ആ സമയത്ത് ഹിറ്റായ ഫിറോസ് പാടിയ ലൈല ലൈല, പിന്നെ നമ്മുടെ ഷാനു പാടിയ ആവുദിക്കണ നേരമായത്, താജുക്ക പാടിയ കൽബാൺ അത് പഴയത്, പുതിയതും പിന്നെ ദർജപ്പൂ, അങ്ങനെ എല്ലാ പൂക്കളും ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി ഈശല് മാപ്പിളപ്പാട്ടിന് തന്നെ ആക്കി ഓർക്കസ്ട്രേഷൻ കംപ്ലീറ്റ് പ്രോഗ്രാമിങ്. അന്ന് മനു രമേശൻ ഉണ്ടായിരുന്നു, എസ് രമേശൻ നേരെ മോന് അവിടെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട്. അവനും തേജേട്ടനാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. തേജേട്ടനാണ് പ്രോഗ്രാമിങ്. തേജേട്ടൻ്റെ കൂടെ മനും കൂടെ കൂടി മനുവിൻ്റെ അവരുടെ ഐഡിയാസും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ BM മീഡിയാസിൽ ചരിത്രം വിരിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ്. ആ സമയത്ത് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ നല്ല നല്ല വർക്കുകൾ ചെയ്യുന്നത് നമുക്കും സന്തോഷമായിരുന്നു. കാരണം അനുകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇപ്പൊ തന്നെ ഞാൻ പറയാം, ഇപ്പൊ തന്നെ നമ്മളെ കോളേജ് വീഡിയോസ് ഒക്കെ വന്നതിന് ശേഷം നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളായ കലാകാരന്മാരൊക്കെ പല കോളേജിലും സെയിം പാറ്റേണിൽ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് സന്തോഷമുള്ള കാര്യം. കാരണം എന്താ അറിയോ, അതങ്ങനെ പോകണം. പക്ഷെ അത് തുടക്കം കുറിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അത് അന്നും അങ്ങനെ തന്നെയാണ്. അന്ന് നമ്മളതവിടെ ചെയ്തു വെച്ച് ഇതിനെ പൊളിക്കാനെന്ന വ്യാജേനൊക്കെ വേറെ കുറേ ടീം പിന്നെ വേറെ കുറെ ഭാഗത്ത് നിന്ന് സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിലരൊക്കെ ശ്രമം നടത്തി നോക്കി. സാധാരണഗതിയിൽ പാട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂടുമ്പോൾ പാട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പാട്ടില്ല. ഞാൻ ഇനി അടുത്ത കത്താൻ പോണ പാട്ട് പറഞ്ഞു ഒരു നോട്ടം കൊണ്ടെന്റെ മനസ്സിൽ ഒളിയമ്പെറിഞ്ഞുള്ള പെണ്ണെ, നിന്റെ ചൊകചൊകപ്പുള്ള മേനി ഇന്നെനിക്ക് സ്വന്തമല്ലേ, നിൻമീൻ പിടക്കണ കണ്ണും തേൻ മധുരമുറണ ചുണ്ടും ഈ നുണക്കുഴിക്കവിളഴകും ഇന്നെനിക്കു മാത്രമല്ലേ, മുത്തുമാല വാങ്ങിച്ചാർത്താം കുപ്പിവളകൾ വാങ്ങി നൽകാം, മുത്തുമാല വാങ്ങിച്ചാർത്താം കുപ്പിവളകൾ വാങ്ങി നൽകാം, പൊന്നുപോലെ നിന്നെ നോക്കാം പെണ്ണെ നിനക്കായി ഞാൻ ഇന്നും കൊതിച്ചിരുന്നു. ഇതൊക്കെ നിസാർ വടകര എന്ന് പറയുന്ന ഹിറ്റ് മേക്കറുടെ ഭാവനയാണ്. ഞാൻ എൻ്റെ കാമുകനോട് പറയുന്ന വാക്കുകളല്ല. പക്ഷെ ഞാനത് പാടിയത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാമുകൻ അങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അയാൾ അത് വരച്ചു വെച്ച പോലെ എഴുതിയിട്ടുണ്ട്. നമ്മളത് പാടി അഭിനയിച്ചു. അഭിമാനം തന്നെയാണ്.
അതെ അതെ ആ എനിക്ക് നിസാർ കൂട്ടുകാരിൽ കുറേ പാട്ടുകളില്ലേ കൊറേ ചെമ്പകച്ചേലുമായി എൻ്റെ മുന്നില് വന്ന് നിൽക്കും സുന്ദരി എൻ്റെതല്ലേ നീ, പോരുമോ പോരുമോ എൻ്റെ കൂടെ നീ, സ്നേഹമായി തീരുമോ എൻ്റെ ചാരനി. പിന്നെ ടെലിവിഷനിലൂടെ നിസാർ വന്ന പോലെ തന്നെ കുറെ ഹിറ്റുകൾ കൊണ്ടുവന്ന ആളാണ് ഷെഫീഖ് റഹ്മാൻ. ഷെഫീഖിലല്ലേ നീ പാടിയിൽ ഇവൻ അഭിനയിച്ച ആ പാട്ട് പാടി കേൾക്കണം എനിക്ക്, ഞാൻ ആസ്വാദകനായി. ഇല്ല പ്രസംഗമൊക്കെ ആടെ എനിക്ക് കിട്ടിയതില് 2 ഭാഗ്യങ്ങളില് 2ഉം പിന്നെ ഷെഫീഖിന്റെ 2 പാട്ട് പാടിയുണ്ട്. ഷാഫിന്റെ കലാലയം ഉൾപ്പെട്ടിട്ടുള്ള വർക്കിലാണ് ഞാൻ. ഉങ്കൽ മിൻസാറല്ലേ ഇപ്പൊ നല്ലോണം ഞാൻ പറഞ്ഞേക്ക് പൂതിക്ക് ഒരു പാട്ട് നിർബന്ധിച്ച് പാടിച്ചാണേ ഞാന്. ഏത് അതൊക്കെ ആ കഥയൊക്കെ നമുക്ക് അതിലേക്ക് വരാം. ഞാന് പുസ്തകത്തിന് അത് ഞാൻ നിർബന്ധിച്ചു. ഓന് എന്നോട് തന്നെ പാടാൻ പറഞ്ഞപ്പോ നിനക്ക് പറ്റും എന്നൊക്കെ, അത് ഞാൻ ചെയ്ത തെറ്റായിപ്പോയി. പിന്നെ ഹിറ്റ് പാട്ടല്ലേ ഇവൻ പാടി വരുന്നേ. അല്ല അതൊക്കെ എനിക്ക് തരുന്നു ആ പാട്ടൊക്കെ. ഇത് കല്ലായൊക്കെ ഇവൻ എനിക്ക് തരുന്നു. ആത്മവിശ്വാസം കൂട്ടിക്കൊടുത്ത് ഞാൻ ഒരു ഗായകനെയും കൂടി സൃഷ്ടിച്ചു. ഇവൻ മിമിക്രായിട്ട് ഓന് പാടാനുള്ള ബുദ്ധിയില്ലേനു. മിമിക്രായിട്ട് ഒതുങ്ങിയ മനുഷ്യനെ ചോദിച്ചു, പാടാൻ ബുദ്ധിയില്ല, കഴിവുണ്ടായിട്ടും പാടാൻ ബുദ്ധിയില്ലേനു. ഇവന് ആശിർ വടകര അങ്ങനെയായിരുന്നു. ഇപ്പൊ ആശിർ നല്ലൊരു ഗസൽ സിംഗറായി മാറി. ഞാൻ ഒരുപാട് മെനക്കെട്ടിക്ക് അവനോട് പാടാൻ പറഞ്ഞു ഇപ്പൊ നല്ല പാട്ടാനായി. ഞാൻ മെനക്കെട്ടതിന്റെ പേരിൽ എനിക്ക് കുറെ പാട്ട് അത് ഓരോരുത്തർക്ക് വഴികൾ തൊട്ടിട്ട് പോവാ. ആ അതുപോലെ ആബിദ് എന്റെ പിന്നാലെ ഫോൺ ചെയ്ത് നടന്ന് ഏത് മറ്റേ ഇത് പാടാൻ വേണ്ടിട്ട്, പെണ്ണേ നീ എൻ കനവിൽ. അപ്പൊ അതില് 2-3 പാട്ട് പാടാൻ വേണ്ടി വിളിച്ചാ, കരുതി കൂട്ടിയിട്ടല്ല, എനിക്ക് അന്ന് സമയമില്ല. ഓന് പിന്നീട് മനസ്സിലാക്കി, ഓന് ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോ ഓന് മനസ്സിലായി എന്തായിരിക്കും എന്റെ സ്ഥിതി. മൂപ്പരും ഇതേപോലെ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഓടിയിട്ടുണ്ട്. അപ്പൊ ഹിറ്റ് മേക്കിങ്ങിൽ ഒരാളാണ് ആബിദും. ആ ഹിറ്റ് മേക്കിങ്ങിലും ഇവര് പിന്നണിയിലും ഞാൻ ആ പാട്ട് പാടിയിരുന്നെങ്കിൽ അതും എന്റെ പാട്ടാവുകയും ഞാൻ ആരാവുകയും. അതുപോലെ സലീം ചോദിച്ചു, സലീം എത്ര നാള് പാടിക്കാൻ വേണ്ടി ആ സാധു ഉമ്മ മീമാക്കാൻ കൊടുത്ത പൈസയും കൊണ്ട് ഞാൻ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇവിടുന്ന് പിന്നെ വെളിയങ്കോടുന്ന് നേരെ വണ്ടിയും കയറി അങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞു, എടാ ഇന്ന് ഞാൻ വേറൊരാൾക്ക് ഡേറ്റ് കൊടുത്തു, 2 ദിവസം കഴിയട്ടെ. അപ്പൊ ഇവന്റെ സ്നേഹിതന്മാർ പറഞ്ഞു, ഏതായാലും നീ ട്രാക്ക് പാടി കേട്ടപ്പോ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതില്ലാന്ന് സലീം പറയൂല. പിന്നെ എടാ നല്ല വോയിസിൽ നീ പാടി. അവന്റെ ഒരു ആ നനുത്ത വോയിസിൽ ഒരു വേദന ഉണ്ട്. നമ്മൾ പെട്ടെന്ന് അതെ ഉള്ളിൽ ഇങ്ങനെ കയറും. നല്ല കിടിലൻ. പിന്നെ ക്യാരക്ടർ അങ്ങനെ തന്നെ. അയ്യോ പാവം എനിക്ക് തിക്കി കയറി പാടി പോകണമെന്നൊന്നും ആഗ്രഹമില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഓൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ പിന്നെ പ്രൊഡ്യൂസർമാർ അങ്ങനെ മറ്റോ ഡിമാൻഡ് ആക്കാണ്, അതൊന്നും വേണ്ട, നീ തന്നെ പാടിയാൽ മതി. അങ്ങനെ ആ പാട്ടിലൂടെ ഒരു പുതിയ പ്രതിഭ ജനിച്ചു. ഇത് ഇന്ന് ഇരുന്ന് പറയല്ല കേട്ടോ, നിങ്ങൾ നേരെ 2006 20 കൊല്ലം മുമ്പുള്ള മുഞ്ചുള്ള നേർക്കാഴ്ചയിൽ ചാപ്പി കൊല്ലം തന്നെ കുത്തിരിഞ്ഞ് എന്റെ പേരിലേനും ആ പാട്ടൊക്കെ ആൾക്കാർ പറയില്ല. കാരണം ഇവരെയൊന്നും അറിയില്ല. അതായത് എല്ലാ പാട്ടും ഞാൻ പാടാന്നാ ഇവരെ വിചാരം. ഞാനായിട്ട് ശബ്ദ സാമ്യമുള്ള അല്ലെ അനുകരിച്ച് പാടിയ ആൾക്കാരൊക്കെ അങ്ങനെ വിചാരിച്ചു. ഞാൻ തന്നെ തിരുത്തിയത് 20 കൊല്ലം മുമ്പ്. നമുക്ക് അന്നും ഇന്നും ഇല്ലേ ചുറ്റോടുള്ള എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനും മറ്റുള്ളവർ വിജയിക്കുന്ന കാണുന്നതിനെ സന്തോഷിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് പഠിച്ചത് തുറന്നു തരുന്നത്. സ്റ്റേജിൽ മാറി അസൂയക്കാരതൊക്കെ പൂട്ടിയിടും. സ്റ്റേജിൽ മാറി മറ്റേ പാട്ട് പാടണം ബസ്സിലെ ഇവൻ അഭിനയ ഷിയാസ് അഭിനയിച്ചു. ഇത് ഉങ്കൽ മിൻസാർ എന്ന് പറഞ്ഞ ഷാഫിന്റെ ഹിറ്റ് പാട്ടുകൾ. ഞാൻ പറയട്ടെ, ഹിറ്റ് തന്നെയാണെങ്കിൽ നീ എന്തിനിരുന്ന പിന്നെ നീ ഒരു ഹിറ്റ് മേക്കറും നീ നല്ല കലാകാരനായതുകൊണ്ട് ഇരുത്തിയതാ ഇവിടെ. അല്ലാണ്ട് നിന്റെ ദിക്കറല്ലാണ്. സുനിതൻ ഇന്റർവ്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് എന്റെ പേര് ഇവനോട് ചേടാ, അത് സുനിതന്റെ ഇന്റർവ്യൂ ഒന്നല്ല കേട്ടോ, ഷാഫിക്കുള്ള ദിക്കറേത്. ഓരോ നിമിഷവും എന്റെ പേര് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ആകരുത്. കുട്ടികൾ പറയും, ഞാൻ പറഞ്ഞു പറയും ജനിച്ച തന്നെ എനക്ക് വേണ്ടിട്ടാണ്. ഉമ്മ എന്നെ അടിക്കണം. കാരണം ഇപ്പൊ അങ്ങനെയല്ല അഭിനയിക്കാൻ ഒരു ഞാൻ ഈ ഫീൽഡിലേക്ക് ആരെ കുറിച്ച് പറഞ്ഞാലും സുനിതനെ കുറിച്ച് ഒരു മോശം പറഞ്ഞ റെജുല സഹിക്കൂല. നന്നായിട്ട് അറിയാം. ഞാൻ സുനിതേശിന് ഇന്റർവ്യൂ എടുത്തതാണ്. നമുക്ക് അറിയുന്ന ക്യാരക്ടറാണ്. പാട്ട് പാടിയിട്ട് സുനിതേശിലേക്ക് വരാം. ആദ്യം മുല്ലക്കടവില് ചക്കരമുത്തിനെ കാണുമ്പോൾ എന്തെല്ലാം എൻ്റെ കനവില് മിന്നി മറഞ്ഞൊരു സുന്ദരിയോ, എന്തെല്ലാം തന്നാലും ചൊന്നാലും നിന്റെ മുഖത്ത് തിളക്കമില്ല,
നിന്നെ കണ്ടൊളിച്ചു നിൽക്കണ എൻ്റെ മുഖം ഇന്ന് മാത്ത് അമ്പിളിയെ പോലെ താരകം മെല്ലെ വരും പോലെ ഇന്നെൻ്റെ മുല്ലേക്കെന്തോ പണ്ടത്തെ പോലെ മണമില്ല തങ്കത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ കരളിനുള്ളിൽ കുളിരില്ല. എന്താ പേര് ജലാൽക്ക? ഇപ്പോഴും ഓടുന്നുണ്ട് റീൽസിൽ. ഞാൻ ഈ പാട്ട് അടുത്ത് സ്റ്റാറ്റസ് ഇട്ടപ്പോ ഞാൻ ചോദിച്ചില്ലേ ഈ പാട്ട് ഏതാന്നുള്ളത്. ഇനി നിർത്തരുത്. പുസ്തകത്തിൽ താളുകളിൽ എനിക്ക് അനുപല്ലവി കേൾക്കണം. അല്ലല്ല, ആ പാട്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യന് ഒരു പൂതി പറയുമ്പോ സാധിച്ചിരുന്നു. ഇല്ല എന്നെ ഉച്ചക്ക് പട്ടിണി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. 2 കാര്യം. മെനിയാന്ന് മുതൽ ആ പുസ്തകത്തിന്റെ ആളുകൾ പല ആളുകൾ എടുത്തിട്ട് പൊക്കാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഉള്ളില് ഷാഫിന്റെ എന്താ പറയാ വരികളാണ്. ഷാഫിയാണ് അത് കാട്ടൂരുള്ള ഇക്ബാൽഖാന്റെ സ്റ്റുഡിയോ എന്നെ കൊണ്ട് പാടിച്ചത്. ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറിയപ്പം ഇന്നെ ചീത്ത പറഞ്ഞിട്ട് വേറെ ഒരു പ്രചോദനം എന്തോ ഒരു സാധനം അവിടെ ഉപയോഗിച്ച് ഇതിന്റെ ഉള്ളില് ബൂത്തിന്റെ ഉള്ളിൽ കയറ്റിട്ട് പൂട്ടിയിട്ട് പാടിച്ച പാട്ടാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടിയില്ലായിരുന്നു എങ്കിൽ ജലാല് പാട്ടിലേക്കില്ല. ഇല്ല, മിമിക്രി അവതാരകനായിട്ട് കാസറ്റുകളും പാട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. അവതാരകൻ വേറെ ലെവലാണല്ലോ ഉപരി. ഈ മോടിയൊന്നുമില്ല, പച്ചായ ഹൃദയം. അതുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നേക്കില്ല, ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാ പറയാ. അതെന്താണ് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജനങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ. എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ ജനങ്ങളായിട്ട് ഇടപഴകി കിട്ടൂല. എനിക്ക് ബേജാറാ സ്റ്റേജ് മുന്ന്. ഇവൻ അതല്ല. ഇവൻ നിങ്ങൾ 10 ആള് മുന്നിൽ നിന്നാലും 10 ലക്ഷം ആൾ നിന്നാലും ഒരേ മെന്റാലിറ്റിയാ. അപ്പൊ അത് അന്ന് കാട്ടൂരുള്ള സ്റ്റുഡിയോ ഒന്ന് പാടി ആ പാട്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഷാഫിന്റെ ആ ഒരു അതൊന്നല്ല, വരികൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു ഇമ്പം ചേർന്ന് സിംഗിങ് അതിന് വേണം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എങ്ങനെ അഭിനയിച്ചാരേ അളാപ്പേ. എന്റെ ആ കാരണവർക്ക് ഒരു കഥയുണ്ട്. സാദിഖ് പറക്കോട് എന്നാണ് മൂപ്പര പേര്. മൂപ്പര വർക്കിലാണ് ഷാഫി ഫസ്റ്റ് അഭിനയിക്കാൻ വേണ്ടി വന്നത്. സാലിം സൗദിയിലാണ് മൂപ്പര. എന്തായാലും ബാല്യത്തിൻ കാലം തൊട്ടേ നമ്മളൊന്നായി നടന്നു, വഴിവക്കിൽ എന്നെ വിട്ടിട്ടെന്റെ നീയും പിരിഞ്ഞു, സുഖദുഃഖമെല്ലാം നമ്മൾക്കൊന്നിച്ചെന്ന് പറഞ്ഞു, സ്വർഗത്തിൻ വർണ്ണത്തോപ്പിൽ നീയും പറന്നു, പുസ്തകത്തിൻ താളുകൾ വിരിഞ്ഞു, ഓർമ്മതൻ തീരത്ത് ഞാൻ നിന്നെ തിരഞ്ഞു, മുത്തമിട്ട് ഞാനന്ന് നൽകിയ പൂക്കളും വാടിക്കരിഞ്ഞു, പിരിശമുടെ ഞാനന്ന് പറഞ്ഞുള്ള വാക്കെല്ലാം മറന്നു, നീ എങ്ങോ മറഞ്ഞു, നമുക്കുറങ്ങാൻ ഒരുക്കിയ മണിയറ വിരഹത്താൽ പൊട്ടിത്തകർന്നു. അതെ, വേറെ കുറെ കാര്യമുണ്ട്. ഒന്ന് പീർക്ക പാടി വെച്ച പാട്ടാണ്. പീർക്കൻ്റെ തന്നെ കമ്പോസിങ് ആണ്. ഒട്ടകങ്ങൾ പരിപാടി മാപ്പിളപ്പാട്ട് ആസ്വാദകർ എന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ, ഞാനടക്കമുള്ള എല്ലാവരുടെയും റൂഹിലുള്ള പാട്ടാണ്. നമ്മളെങ്ങാനും അതൊരു പീട്ടി എഴുതിയിട്ട് വേറെ ഇടം എത്തിച്ചല്ലെങ്കിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിക്ക് കവിതകൾ ഉറവിട്ട ദിവിടം, മസ്നവിക്കുറവയാം അറബിക്കെട്ടിവിടം. ഇനി അതിന്റെ മുകളിലേക്കൊന്നും എഴുതാൻ ആരുമില്ല. അപ്പൊ പേടിയായിരുന്നു. ട്യൂൺ എന്തായാലും നമുക്ക് വേണം. പക്ഷെ വരികൾ പ്രണയത്തെ കുറിച്ചാണ്, ചരിത്രമല്ല. എന്നാലും ഒരു മൊഞ്ചുണ്ടാണ്. അങ്ങനെ അത്രയും റിസ്ക് എടുത്ത് നമ്മളെ ലൈഫ് നമ്മൾ എഴുതി. പക്ഷെ പീർക്കാന്റെ ശബ്ദ സാദൃശ്യം ഇത് പാടുന്നേരമുണ്ട്. പീർക്കാന്റെ ടോൺ അതാണല്ലോ നൈസ്. നമ്മള് കാഫ് മല കണ്ട പൂങ്കാറ്റ് ആ ടോണാണ്. അത് റഫി സാബിന്റെ എല്ലാം മാതിരിയുള്ള ഒരു ഹൈ ഒക്ടേവിലുള്ള സാധനം. എന്റെ ബേസ് ആണല്ലോ. ഞാനത് പാടിയിട്ട് പുസ്തകത്തിന്റെ ആളുകൾ പാടിയിട്ട് കാര്യം ഫീൽ ഉണ്ട്. പക്ഷെ ആ ടോണ് ആ സെൻസ് നമുക്ക് കിട്ടില്ല. അത് നന്നായിട്ട് ഇപ്പൊ പാടി ഇപ്പൊ ഫീൽ ചെയ്തിരുന്നു. പീർക്കിന് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പര പാട്ട്. ഇപ്പൊ ഷാഫി പറഞ്ഞ പോലെ കറക്റ്റാ. മൂപ്പര പാട്ടുകൾ തന്നെയാണ് കേട്ടിട്ട് ആ പാട്ടുകളൊക്കെ പിന്നീട് പല പല വർക്കുകളിൽ ഒപ്പിച്ചത്. ഇപ്പോഴും ഓള് കുറെ നേരം കാത്തിക്കുന്നു. കാതോരം നീ അപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ തേരി വാക്കോ സേ ദേഖാ मैंने प्यारे प्यारे मोहब्बत की सपने
കാലൊച്ച കേട്ടപ്പോൾ മെല്ലയടുത്തു നീ ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു ഉലകം പൂത്തിലഞ്ഞു. ഫീല് നശിപ്പിച്ച അതുമല്ല ലോക വിറ്റുണ്ട്. ആള് ഭയങ്കര കാമുകനായിട്ട് പോയിട്ട് പാടി അഭിനയിച്ച വരിയാണ് നശിപ്പിക്കുന്നത്. വീണേച്ചിലൂടെ നിലവേ വീണ എന്നല്ലേ? ഓക്കെ. ഇപ്പൊ കോട്ടയം ഭാഗത്തോടെയൊക്കെയാണ് ആയുർവേദ ഡോക്ടറാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഇതിൽ കാണാം, റീൽസ് വീണ ഇത് കാണുകയാണെങ്കിൽ ഓർക്കണം, ഇടക്കിടക്ക് വന്നിട്ട് എന്റെ മെനക്കേട് ഞാൻ എല്ലാവർക്കും മറുപടി എടുക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഞാൻ എന്റെ ഫേസ്ബുക്കിൽ താഴെ വന്നിട്ട് എവിടെയാണ് ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പോലെ തിരിച്ചു ഇങ്ങോട്ടൊന്നുമില്ല. ചിലപ്പോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണ വേറെ ആരെങ്കിലും എന്തൊരു ഹെൽപ്പ്. എന്താണെങ്കിലും ഭയങ്കര സംഭവം. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് അറിയാം. മലാപ്പറമ്പുള്ള ഒരു സ്ഥലം എനിക്ക് ഓർമ്മയില്ല. ഷൂട്ട് ചെയ്യണ സമയത്ത് ഷാഫി ഇങ്ങനെ ഓർക്കണത് പോലെ ആലോചിച്ചിട്ട് അഭിനയിക്കണം, എന്നിട്ട് താജുക്ക് അങ്ങനെ തട്ടണം. അപ്പൊ ഇവൻ റിയാലിറ്റിയിലേക്ക് വന്നിട്ട് വീണ്ടും പാടണം. ഈ ചെങ്ങായി ആ ഓർക്കൽ അങ്ങോട്ട് പോയി, അതിന്ന് റിയൽ ആയിട്ട് പോയതാ. അതിൽ താജുക്ക് ഇങ്ങോട്ട് തട്ടിയപ്പം അവൻ വന്ന ഒരു ഭാഗമുണ്ട്, അത് ഉണ്ണിയേട്ട കറക്റ്റ് സ്ലോ മോഷൻ ചെയ്തിട്ടുണ്ട്. അത് റിയൽ ആയിട്ട് സത്യം പറയട്ടെ മക്കളെ, പയിച്ചിട്ട് കണ്ണു അന്നേരം ഉണ്ടായ ഒരു റിയാക്ഷൻ അത്. ഇവരുടെ അടുത്തുനിന്ന് ഇനി ഞാൻ മൈൻഡിൽ ചിന്തിക്കുക, ഈ നായ്ക്കളുടെ അടുത്തുനിന്ന് ഇനി ചോറൊക്കെ എപ്പോഴാ പഠിച്ചു. അതെ, ഞാൻ ഇപ്പൊ നിൽക്കുന്നത്, അല്ലാണ്ട് കാമുകിനെ ഓർത്തിട്ട് അന്നേരം ഒരു കാര്യമില്ല. ഓള് വേറെ കെട്ടിപ്പോയി, എനിക്ക് നല്ലൊരു ഭാര്യനെ കിട്ടുകയും ചെയ്തു. അന്നേരം ഓർത്താ പുറക്കോയ അടിയും കിട്ടും. അതുകൊണ്ട് ആ ഓർക്കലല്ലേ, ഓർത്തിട്ട് ഇനി ഒരു കാര്യമില്ലാന്ന്. അതൊക്കെ ഒരു കാലത്ത് സംഭവിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെട്ടു എഴുതാനും ഫീലോട് പാടാനൊക്കെ. അതിന് കേൾക്കണ്ട, മക്കളെല്ലാം കെട്ടിക്കാനായി. ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. ഷാഫി കൊല്ലെന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പോലത്തുള്ള ബാക്കിയുള്ള സഹപ്രവർത്തകരുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പാട്ട് വരും. ഷാഫി കൊല്ലത്തിനെ കാണുന്നതിന് മുൻപ് ഷാഫി കൊല്ലത്തിന് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ട്. ആ പാട്ടില് ഈ പോർഷനകത്ത് എന്തോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എനിക്കുണ്ട്. ഒരിക്കലും അന്ന് ഞാൻ ചെറുതാണേ, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ ചെറുതാകുമ്പോ ഇത്ര വലിയ പാട്ടൊക്കെ ആലോചിക്കാം. വെറുതെ അടി കൊടുത്ത് അടി വാങ്ങി നമ്മളെ രണ്ടാളും വയസ്സന്മാരായി. ഞാൻ പ്രായം മറച്ചു പിടിക്കാൻ പരമാവധി. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങളൊന്നും കാണുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ കാലം ഇങ്ങനെ കഴിഞ്ഞു എന്തായാലും നേരെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ സ്വർഗത്തിലേക്ക്. കാരണം കണ്ടല്ലോ നമ്മളെ. ഇല്ല, ഒരു കാര്യം ഞാനൊക്കെ ഇവിടെ ഉറുപ്പിയൊക്കെ 10 അതായത് നമ്മുടെ നാട്ടിലെ ഭാഷ അത് കാണാൻ ശ്രമിക്കായിട്ട് അല്ല, ഇന്ന് വരെ ഞാൻ എവിടെന്നും പറയണ്ടേ. കോഴിക്കോട് ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നില്ല പോലും പറയുമ്പോ എന്റെ വീട്ടിന്റെ അടുത്ത ആഴ്ച പോലും ഞാൻ പിന്നെ ഫുൾ ബിസിയാണ്. ഞാനിങ്ങനെ നടക്കേ ചെയ്യാം. ഞാനിങ്ങനെ സിനിമക്ക് ഒരാടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എപ്പോഴെങ്കിലും കിട്ടുന്ന പരിപാടിക്ക് പോകും, അല്ലാതെ ഞാൻ ഫ്രീയാ. എന്നെ ആർക്കും വന്ന് കാണാം. ഒരുത്തൻ എന്നോട് ഈ അടുത്ത് വന്ന് പുറയെന്ന് വന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് എങ്ങനെ ആക്കിയത് ഞാൻ പെട്ടെന്ന് കെടുത്തിക്കളിയത്. എനിക്ക് ഇഷ്ടമല്ല ഈ നമ്മളെ പെയിന്റ് അടിക്കുന്ന തൂവലിട്ട് കിളിയാക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ലേ. അപ്പോ സ്നേഹമൊക്കെ ഉണ്ടാവും. എനിക്കിപ്പോ എത്ര ആൾക്കാർ മമ്മൂക്കാരെല്ലാം കാണുന്ന നമുക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ പരിധിയില്ലേ. ഇവൻ വന്നിട്ട് 18 കൊല്ലമായി ഞാൻ നിങ്ങളെ അന്വേഷിക്കുന്നു. തലശ്ശേരി എന്നാണ്, ആടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബസ് കയറാൻ എത്ര പൈസ ഉണ്ടാവും ആലോചിച്ച്. 18 കൊല്ലം ഞാൻ ആ കൊല്ലത്തെങ്ങാടിയില്ലേ. വെറുതെ പറയാന്നേ. നമ്മള് വേറെ ഗ്രഹത്തിൽ എങ്ങനെയാണ്. ഞാന് വേടന്റെ കൂടെ റീല് കണ്ടോണ്ട് നിൽക്കുമ്പോ വേടന്റെ കൂടെ ഇവൻ കയറി വന്നപ്പോ ഞാൻ മൊത്തത്തിൽ ആള് മാറി. ഞാൻ മാറി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഇവന് വോയിസ് ഇട്ട്, എടാ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളില് എന്നോടുള്ളത് എന്റെ ഒരു, കാരണം എനിക്ക് ഇവന്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഫാനാണെന്ന് പറഞ്ഞു. ഞാൻ വാട്സപ്പ് ഇങ്ങനെ ഓണാക്കി, ഷാഫി ഞാൻ എനിക്ക് ഈ വേടന്റെ കൂടെ കയറി വന്നപ്പോ എന്റെ ഉള്ളിൽ പറയില്ല, എനിക്കിങ്ങനെ ഫാനാന്ന് തോന്നി. ഫാനല്ലടാ, പോയിക്കോ കഴിഞ്ഞ്. നല്ല രസമായിട്ട് തോന്നുന്നു. അത് ഉള്ളിന്റെ സ്വയം ആർട്ടിസ്റ്റ് ആയിരിക്കേ ഓനെങ്ങനെ എന്റെ പേരാന്ന്. ഞങ്ങൾ രണ്ടാളും കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് ഈ സാധനം. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും എനിക്ക് വേടനെ പറ്റി പറയുമ്പോ ഇപ്പൊ സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം പറയാം. ഞാൻ അയാളെ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ മനസ്സിലായി ഞാനും അയാളായിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു കൊളുത്ത് എവിടെയോ ഉണ്ട്. എനിക്ക് മനുഷ്യരുടെ ഇടയിൽ ജാതീയത
വിഭാഗീയത, വർഗീയത ഇതൊന്നും കാണുന്ന ഇഷ്ടമല്ല. ജലാലിന് നല്ലോണം അറിയാം വേറെ ആരെക്കാളും. ഞാൻ അതിനെതിരെ നന്നായിട്ട് സംസാരിക്കുകയും മാനവികത സംസാരിച്ചതിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ഇതേ വിഷയത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ വേണം ചെയ്യുന്നത്. അത് ചെറിയ പ്രായത്തിൽ ആ ഗഡ്സ് ഉണ്ട്, അപാര മൂർച്ചയേറിയ വിപ്ലവകരമായ ഇത് എഴുത്തുണ്ട്. എന്നിട്ട് ഇപ്പം അയാൾ സംസ്ഥാന അവാർഡ് വാങ്ങിച്ചു. നോക്കണം, ഒറ്റ കൊല്ലം കൊണ്ട് ഈ ഇതെല്ലാം സാധിച്ചെടുത്ത് ഇത്രയും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, ഇത്രയും ജനതൻ്റെ മനസ്സിൽ അയാളുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഖത്തറിൽ എന്നെക്കുറിച്ച് ആരോ ഒന്ന് ചോദിച്ചപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാ, ഷാഫിക്ക് ആൽബം സോങ്സിൻ്റെ കിങ്. അത് കഴിഞ്ഞിട്ട് പറയാണ് മൂപ്പര്, നമുക്ക് ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ കിങ്ങും കേങ്ങൊന്നും അല്ലെങ്കിലും കൂടെ. പിന്നെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക, കുഞ്ഞായിരിക്കുമ്പോഴേ ഇരിങ്ങാലക്കുട ഷാഫിക്കയുടെ പ്രോഗ്രാം ഉണ്ടായിട്ട് ടിക്കറ്റ് വാങ്ങിക്കാൻ തല്ലുണ്ടാക്കിയിട്ടാണ് കയറി. അങ്ങനെ നമ്മൾ ആസ്വദിച്ച ഒരാളിനെ നേരിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി കാണണം. അതാണ് അതിൻ്റെ റെസ്പെക്റ്റ്. ഇത് വെറുതെ ഒരു നേരം പോക്കിന് എൻ്റെ സുഹൃത്തുക്കളാരോ കണ്ടപ്പോൾ പറഞ്ഞത് എന്ന് നമുക്ക് വേണം വിചാരിക്കാം. പക്ഷെ അവൻ്റെ വാക്കിൽ ഒരു ആത്മാർത്ഥത്തിന് സത്യം ഉണ്ടായിരുന്നു. നാട്ടിലെത്തിയപാട് സ്വന്തം നമ്പറിൽ തന്നെ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് മോനോട് ചോദിച്ചായി. മോൻ എന്നിട്ട് ഫോൺ കട്ട് ചെയ്തപ്പോൾ എന്നോട് അറിയാം, നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ, നിങ്ങളൊന്നും ഇങ്ങനെയാണ്. പിന്നെ ഒന്നും കൂടെ പറഞ്ഞു എന്തെന്ന് ഞാനൊരു 2 സെക്കൻഡ് നേരത്തേക്ക് അപ്പോൾ ഒന്നും കൂടെ ഇവൻ പറഞ്ഞു, അത് അകത്ത് അയാളെ കൊണ്ടുനടക്കുന്നുണ്ടാ. ഒന്നും കൂടെ ഇവൻ പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങളെ ഓരോരുത്തർ നിങ്ങൾ വിളിക്കുമ്പോൾ അല്ലെ നിങ്ങളെ കാണുന്ന നേരം ഓലിക്കുണ്ടാകുന്നത്. അന്നേരം നിങ്ങൾ അത് അപ്പൊ അതൊക്കെ പോട്ടെ വാച്ചളി. ഞാനിങ്ങനെ ആയിപ്പോയി, ഒന്നും വിചാരിക്കണ്ട.